الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അതിന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ച സൂറത്തു തകാസുറിലൂടെയാണ് നാം സഞ്ചരിച്ചത്. അതിൻ്റെ അവസാന ഭാഗത്ത് അള്ളാഹു പറഞ്ഞു, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. പിന്നെ നിങ്ങളോട് നിങ്ങൾക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ചോദിക്കപ്പെടും. പിന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇൽമുൽ യഖീനായി നരകം ബോധ്യപ്പെട്ടു. ഖുർആനിൽ കണ്ടിട്ടും റസൂല് പറഞ്ഞിട്ടും ഗൈബിയായ വിശ്വാസം നിങ്ങളിലുള്ളത് കൊണ്ട് ഇൽമുൽ യഖീനായി നിങ്ങൾക്ക് നരകം ബോധ്യപ്പെട്ടു. ആ ബോധ്യപ്പെട്ട നരകം അക്ഷറയിൽ ചെന്ന് കണ്ണാലെ കണ്ടു. ഭീമാകാരമായ നരകമത മുന്നിൽ നിൽക്കുന്നു. ദുനിയാവിൽ വെച്ച് വിശ്വസിച്ച നരകം. അങ്ങനെ നിങ്ങൾക്ക് ഐനുൽ യഖീനായി നരകം ഒന്നുകൂടി ബോധ്യപ്പെട്ടു. അങ്ങനെ ബോധ്യപ്പെട്ട് നിങ്ങൾ നിൽക്കുന്ന സമയത്ത് അതിനുശേഷം നിങ്ങളോട് നിഅമത്തുകളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. ദുനിയാവിൽ അള്ളാഹു നൽകിയ നിഅമത്തുകൾ. ആ നിഅമത്തുകളിൽ വളരെ പ്രധാനപ്പെട്ടതായി നമുക്ക് അനുഭവപ്പെടുന്നതാണ് സ്വത്ത്, സമ്പത്ത്, പൈസ. പൈസയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വലാ തുഅ്തു സുഫഹാ അംവാലക്കും. നിങ്ങളുടെ ധനം നിങ്ങൾ ബുദ്ധിയില്ലാത്തവരുടെ കയ്യിൽ കൊടുക്കരുത്. അത് കൈകാര്യം ചെയ്യാൻ അറിയാത്തവരുടെ കയ്യിൽ കൊടുക്കരുത്. അല്ലത്തി ജഅലല്ലാഹു ലക്കും ഖിയാമ. കാരണം ആ പണം നിങ്ങൾക്ക് അള്ളാഹു നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആധാരമായി നിശ്ചയിച്ചിരിക്കുകയാണ്. ജീവിക്കണോ പൈസ ആണോ? വ്യക്തിപരമായ ചെലവുണ്ട്, കുടുംബത്തിൻ്റെ ചെലവുണ്ട്, കച്ചവടം ചെയ്യണം, ഇതിനൊക്കെ പൈസ വേണം. അപ്പൊ ജീവിതത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ആധാരമാണ് പൈസ. അത്രയും വലിയ അനുഗ്രഹമാണ്. അപ്പൊ നമ്മുടെ കയ്യിൽ ഇതിനൊക്കെ പൈസ വേണം. ഇല്ലെങ്കിലോ? പൈസ ഇല്ലെങ്കിൽ കടം വാങ്ങും. ആളുകളോട് കടം വാങ്ങേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചു കടം വാങ്ങാൻ. പക്ഷേ
കടം കൊടുത്തവനെയും വാങ്ങിയവനെയും സംരക്ഷിക്കുന്ന വിധത്തിലുള്ള നിയമങ്ങൾ ഖുർആൻ പഠിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. നമ്മുടെ സാമ്പത്തിക രംഗത്ത് അല്ലാഹു തആല ഇടപെടുകയാണ്. ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് ഏതാണെന്ന് ചോദിച്ചാൽ മദ്രസയിലെ കുട്ടികളടക്കം പറയും ആയത്തുദ്ദൈൻ, കടത്തിന്റെ ആയത്താണ്. അത്രയും വലിയ ആയത്ത്, ഒരു പേജ്. എന്തുകൊണ്ട്? കടം അത്രയും വലുതാണ്, അതിന് വലിയ ആയത്ത് തന്നെ വേണം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇടപാടുകളിൽ ഇടപെടുകയാണ്. റസൂല് മദീനത്ത് ചെന്നു. അപ്പൊ മദീനയിലെ റസൂല് കണ്ടത് പാട്ടക്കച്ചവടം. ഈത്തപ്പഴം മുൻകൂർ പൈസ വാങ്ങിയിട്ട് വിൽക്കുകയാണ്. 1 കൊല്ലം 2 കൊല്ലം ഇങ്ങനെയാ മുതലാളിമാരിങ്ങനെ അത് പറിച്ചു കൊണ്ടുപോകും. നേരത്തെ പൈസ ആവശ്യമുള്ള ആൾക്കാർ നേരത്തെ തന്നെ വിൽക്കും. റസൂല് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, വിൽക്കാം, പക്ഷേ അതിനൊക്കെ ഒരു കണക്ക് വേണം. അളക്കുന്ന വസ്തുവാണെങ്കിൽ അളന്നു തിട്ടപ്പെടുത്തണം, തൂക്കുന്ന വസ്തുവാണെങ്കിൽ തൂക്കി തിട്ടപ്പെടുത്തണം. അതുപോലെ തന്നെ അതിൻ്റെ കാലത്തിന് ഒരു നിശ്ചിത അവധി ഉണ്ടാകണം. ശറഈന്റെ നിയമമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ അത് പ്രഖ്യാപിച്ചു. എന്നാൽ ഇന്ന് ഈ കടം എന്ന് പറയുന്നത് വളരെ നിസ്സാരവൽക്കരിച്ചിട്ടാണ് ആളുകൾ കൈകാര്യം ചെയ്യുന്നത്. ഒരു പ്രശ്നവും ഇല്ല, ആർക്കും ആരോടും എപ്പോൾ വേണമെങ്കിലും കടം വാങ്ങാം, ആവശ്യമില്ലാണ്ടും വാങ്ങാം. തിരിച്ചു കൊടുക്കാൻ കഴിവുണ്ടോ ഇല്ല, അതൊന്നും കടം വാങ്ങുമ്പോൾ നോട്ടില്ല. നമ്മുടെ നാടിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. എത്ര ജപ്തികളാണ് ഓരോ ദിവസവും നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ വായിക്കുന്നത്. എത്ര ആത്മഹത്യകളാണ് കടത്തിൻ്റെ പേരിൽ. കുറച്ച് മുമ്പ് ആളുകൾ കടം വാങ്ങുമായിരുന്നു. അത് അത്യാവശ്യത്തിന് ഗത്യന്തരമില്ലാതെ കുടുങ്ങിയാലാണ് വേറുള്ള ആളുകളോട് കടം വാങ്ങുക. വീട്ടിലെ ചെലവിന്, അല്ലെങ്കിൽ താമസിക്കാൻ അത്യാവശ്യമുള്ളൊരു വീടിന്, ഏതെങ്കിലും രോഗത്ത് കുടുങ്ങിപ്പോയാൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു കടം വാങ്ങാറുണ്ടായിരുന്നത്. ഇന്ന് അതൊക്കെ മാറി. ഇന്ന് കടം വാങ്ങുന്നത് ആഡംബരത്തിനാണ്. മുറ്റത്ത് ഇന്റർലോക്ക് പതിക്കാൻ, മതില് നന്നാക്കാൻ, വിലപിടിപ്പുള്ള മൊബൈൽ വാങ്ങാൻ, അങ്ങനെ തൻ്റെ കൊക്കിലൊതുങ്ങാത്ത കാര്യങ്ങൾ കരസ്ഥമാക്കാൻ വേണ്ടിയാണ് ഒരു മടിയും ഇല്ലാതെ കടം വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. കള്ളുടിക്കാറുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. പലിശ കൊടുക്കാറുണ്ടോ? അതൊന്നുമില്ല. കടം വാങ്ങുന്നതിനെന്താ? അത് അനുവദിച്ചാലേ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ നിൽക്കുന്ന സമയത്ത് മയ്യത്ത് കൊണ്ടുവരിക. മയ്യത്ത് കൊണ്ടുവച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂല് ചോദിക്കുകയാണ്, ഈ മനുഷ്യന് കടമുണ്ടോ? ആ ഉണ്ട്, കടമുണ്ട്. അത് വീടാനുള്ള സ്വത്തുണ്ടോ ആ മനുഷ്യന്? ഇല്ല റസൂലേ. അള്ളാഹുവിന്റെ റസൂല് പറയാ, സ്വല്ലു അലാ സാഹിബിക്കും, എന്നാ നിങ്ങളെ കൂട്ടുകാരന്റെ മയ്യത്ത് നിങ്ങൾ തന്നെ അങ്ങ് നിക്കരിച്ചൂടി. അള്ളാഹുവിന്റെ റസൂൽ ഇമാമൊന്നില്ല, മാറി നിന്നു. കടത്തിന്റെ ഗൗരവത്രയാണ്. വീടാനുള്ള മുതലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാമത്ത് നിന്നു. എന്നാൽ ഫലമ്മാ ഫതഹല്ലാഹു അലൈഹിൽ ഫുതൂഹ്, പല നാടുകളിൽ നിന്നും ഇസ്ലാമിക ഖജനാവിലേക്ക് സമ്പത്ത് ഉമിഞ്ഞുകൂടിയപ്പോ, ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കടബാധ്യത ഏറ്റെടുക്കും. റസൂല് തന്നെ ഏറ്റെടുക്കും. ഞാൻ വീടും കടം എന്ന് പറഞ്ഞുകൊണ്ട് മയ്യിത്ത് നിസ്കാരത്തിന് പിന്നീട് നേതൃത്വം നൽകുകയുണ്ടായി. അപ്പൊ അത്രയും ഗൗരവമുള്ള വിഷയമാണ് കടം. മനുഷ്യർ തമ്മിലുള്ള ഇടപാടുകൾ, ഹക്കടപാടുകൾ അല്ലാഹു പൊറുക്കൂല. അത് മനുഷ്യരെന്നെ പരസ്പരം കൊടുക്കുകയും വാങ്ങുകയും ചെയ്ത് ക്ലിയർ ആക്കേണ്ട സംഗതിയാണ്. ഒരു ദിവസം മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വയല് പറഞ്ഞു. ആ വയലില് ഒരു യുദ്ധമുഖത്തായിരുന്നു റസൂലിന്റെ വയല്.
ആളുകൾ സേനയിൽ ചേരണം. അതിന് പ്രോത്സാഹനം നൽകുന്ന വഴലായിരുന്നു. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അന്നൽ ജിഹാദ ഫീ സബീലില്ലാഹി വൽ ഈമാന ബില്ലാഹി അഫ്ളലുൽ അമാൽ. ഈമാനും ജിഹാദും നല്ല അമലാണ്, ഏറ്റവും നല്ല പ്രവർത്തനമാണ് എന്നൊക്കെ പറഞ്ഞപ്പോ ഒരു സഹാബി എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, അറഅയ്ത ഇൻ ഖുതിൽതു ഫീ സബീലില്ലാഹി തുകഫറു അന്നി ഖതായായ. റസൂലേ, ഞാൻ യുദ്ധത്തിലെങ്ങാനും രക്തസാക്ഷിയാവുകയാണെങ്കിൽ എൻ്റെ എല്ലാ തെറ്റുകളും പൊറുക്കപ്പെടുമോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ. ഇൻ ഖുതിൽത ഫീ സബീലില്ലാഹി വഅൻത സാബിറുൻ മുഹ്തസിബുൻ മുഖ്ബിലുൻ ഗൈറു മുദ്ബിർ. നീ പിന്തിരിഞ്ഞോടുന്നവനല്ല, നീ മുന്നോട്ട് തന്നെ ഗമിക്കുന്നവനാണ്. അള്ളാഹുവിങ്കൽ നിന്ന് കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് ക്ഷമയോടുകൂടി സമരരംഗത്ത് നീ സജീവമാകുന്ന അവസ്ഥയിൽ നിന്നെ കൊല്ലപ്പെടുകയാണെങ്കിൽ, നീ ഷഹീദാവുകയാണെങ്കിൽ നിന്റെ എല്ലാ തെറ്റുകളും പൊറുക്കപ്പെടുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെച്ചതിന് ശേഷം റസൂലുള്ളാഹി ചോദിച്ചു, എന്താ നീ പറഞ്ഞത്? ഒന്നുകൂടി ചോദിക്കുക. ഒന്നുകൂടി ചോദിപ്പിക്കുകയാണ്. അറഅയ്ത ഇൻ ഖുതിൽതു ഫീ സബീലില്ലാഹി യതുകഫറു അന്നി ഖതായായ. ഞാൻ യുദ്ധത്തിൽ ഷഹീദായാൽ എൻ്റെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുമോ റസൂലേ? ചോദ്യം ആവർത്തിച്ചു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നഅം വഅൻത സാബിറുൻ മുഹ്തസിബുൻ മുഖ്ബിലുൻ ഗൈറു മുദ്ബിരിൻ ഇല്ലദ്ദൈൻ. നേരത്തെ പറഞ്ഞ മറുപടി തന്നെ. അതുപോലെയൊക്കെയാണ് നീ സമരം ചെയ്തത്, കൊല്ലപ്പെട്ടതെങ്കിൽ നിന്റെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും. ഇല്ലദ്ദൈൻ, അതിൽ നിന്ന് കടം ഒഴിവാണ്. അള്ളാന്റെ മാർഗത്തിൽ ഷഹീദായ അള്ളയായിട്ടുള്ള ഇടപാടുകളിലുള്ള അപാകതകളൊക്കെ അള്ള പുറത്തേരും. പക്ഷെ ജനങ്ങളുമായുള്ള ഇടപാടുകളിലുള്ള വീഴ്ച അത് അള്ള പൊറുക്കൂല. എന്നിട്ട് അള്ളാന്റെ റസൂല് പറയാ, ഫഇന്ന ജിബ്രീൽ അലൈഹിസ്സലാം ഖാല ലീ ദാലിക്. ഇമാം മുസ്ലിം നിവേദനം ചെയ്ത ഹദീസാ. താങ്കളോട് മറുപടി പറഞ്ഞപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞതാ, ഇങ്ങനെ പറയണം. അള്ളാഹ് പറഞ്ഞേച്ചതാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദ്യം ചോദിച്ചിട്ട് റസൂലുള്ളാഹി മറുപടി പറഞ്ഞ അത് ഖിയാമത്ത് നാൾ വരെ നിയമ. പക്ഷേ കടത്തിന്റെ കാര്യം ഒഴിവാക്കാതിരുന്നപ്പോ അള്ളാഹ് ഉടനെ പറഞ്ഞയച്ചു ജിബ്രീലിനെ. അതാണ് കടം എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഭൂമിയിൽ എക്സിറ്റ് അടിച്ച് പോവുകയല്ലേ മരണം. ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് എക്സിറ്റ് അടിച്ച് വരണമെങ്കിൽ അവിടെയുള്ള ഇടപാടൊക്കെ തീർക്കണോ? വണ്ടിന്റെ കടോ, ഫോണിന്റെ കടോ, ഫൈൻ ഉണ്ടെങ്കിൽ അതും ഒക്കെ തീർക്കണം. ഇല്ലെങ്കിൽ കൊടുങ്ങും, എയർപോർട്ട് കൊടുക്കും. അതെന്നെയാ ദുനിയാവെന്നുള്ള ആ എക്സിറ്റ് ഉണ്ടല്ലോ, മരണം. ആ വേളയിൽ കുടുങ്ങിപ്പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, റൂഹിനെ, കടമുള്ളവന്റെ റൂഹിനെ അറസ്റ്റ് ചെയ്യുന്ന ഹബ്സ് എന്നാ പറഞ്ഞത്. പോകാൻ പറ്റൂല സ്വർഗത്തിലേക്ക്. അത്രയും ഗൗരവമുള്ള വിഷയമാണ് കടം. വളരെ ലാഘവത്തോടുകൂടി എല്ലാവരും ഇന്ന് വാരിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന കടങ്ങളുണ്ടല്ലോ, നല്ലോണം ശ്രദ്ധിക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുകയാ, വല്ല കടവുമുണ്ടെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ അത് വീടാൻ വല്ല സൗകര്യവും കിട്ടിയാൽ ഉടനെ വീടിക്കൊള്ളണം. മത്തലുൽ ഗനിയ്യ ഉൽമുൻ. അല്ലാഹുവിന്റെ റസൂല് പറയാ, കടം വീടാനുള്ള സൗകര്യം ലഭിച്ചിട്ട് അതിന്റെ കാശ് കയ്യിലുണ്ടായിരുന്നിട്ട് നാളെയാക്കാം മറ്റന്നാളാക്കാം എന്ന് കരുതി നീട്ടിക്കൊണ്ടു പോകുന്നത് ഉൽമുൻ, അക്രമമാണ്, കുറ്റമാണ്, പാപമാണ്. ഇന്ന് മറ്റുള്ള ആളുകൾക്കുള്ള അവകാശങ്ങളൊന്നും യാതൊരു പ്രശ്നവുമല്ല. കൂട്ടുകാർക്ക് കൊടുക്കാനുണ്ട്, അതും പ്രശ്നമില്ല. ഇനി കച്ചവടക്കാരാണെങ്കിലോ മെല്ലൊക്കെ തെറ്റിപ്പോയാൽ മതി, കാണാതിരുന്നാൽ മതിയല്ലോ. അയൽവാസികളുടേത് പ്രശ്നമല്ല. അനന്തര സ്വത്താണെങ്കിലോ തീരെ പ്രശ്നമല്ല. ഇന്നങ്ങനെയാണല്ലോ. വയറ്റനും അനിയനൊക്കെ ഭയങ്കര കട്ടക്കട്ടയായിരിക്കും, വല്ലാത്ത സ്നേഹവും ഒക്കെ ആയിരിക്കും. പക്ഷേ അവരറിയാതെ സ്വത്ത് കൈക്കലാക്കുക, അതിന് യാതൊരു പ്രശ്നവും ഇസ്ലാമിലില്ല. കാരണം എന്താ? നിസ്കാരത്താകുമ്പോണ്ടല്ലോ അതും കൊണ്ടെങ്കിൽ പോകാലോ സ്വർഗത്തിലേക്ക്. ഇതാ കണ്ടുവച്ചിരിക്കുന്നത്. റസൂലുള്ള പറഞ്ഞത്, തടവിലാണ് റൂഹ്,
അറസ്റ്റ് ചെയ്യപ്പെടും. ഇല്ല, സ്വർഗപ്രവേശനമില്ല. സാമ്പത്തികം കൃത്യമായിരിക്കണം. വളരെ വ്യക്തമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഈ അധ്യാപനം ഖുർആനിലുള്ളത് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ശീലം മാറ്റണം. ഉള്ളത് കൊണ്ട് ജീവിക്കാൻ ശീലിക്കണം. ഷഹീദായാലും പൊറുക്കപ്പെടാത്ത കുറ്റമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച അധ്യാപനത്തിൽ നിന്ന് നാം ആത്മവിചാരണ നടത്തണം. പലരും ഇന്ന് കടം വീട്ടൂല, മരിച്ചാൽ മക്കളങ്ങ് വീട്ടിക്കൊള്ളും. ആരും വീട്ടുകയില്ല. താൻ വെട്ടിപ്പിടിച്ചതൊക്കെ മക്കൾ ഭാഗിച്ചങ്ങെടുക്കും. വാപ്പാന്റെ കടോ അവർ നിഷേധിക്കുക. ഇപ്പൊ അയാളോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ചില നല്ല മക്കളുണ്ടാകും, അവരെയും കൂട്ടി പറയല്ല. പൊതുവെ നടക്കുന്ന സംഗതികൾ അതാ. ഉപ്പ മറിച്ചാ പറഞ്ഞത്, ഉപ്പാക്ക് കിട്ടാനുണ്ട് എന്നാ പറഞ്ഞത്, നിങ്ങളെന്താ ഇപ്പൊ ഇങ്ങനെ പറയുന്നത്? ആ രൂപത്തിൽ പറയുന്ന മക്കളും ഉണ്ട്. മക്കള് ബാക്കിയുള്ളത് ഭാഗിക്കാനുള്ള യുദ്ധത്തിലാ, നമ്മുടെ കടം വീട്ടാനുള്ള പരിപാടിയിലൊന്നുമല്ല. മരിച്ചിട്ട് വീട്ടുന്നത് പോകട്ടെ, പ്രായം കൂടിയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ ആ സമയത്ത് പോലും കടം വീട്ടാൻ മക്കളെ സമ്മതിക്കൂല. നിങ്ങളിപ്പോൾ അതിനെപ്പറ്റിയൊന്നും ആലോചിക്കേണ്ട സമയമല്ല. ഇന്നലെ മരുന്ന് വാങ്ങിക്കൊണ്ടു വന്നിട്ടുണ്ട്, അത് കൃത്യമായിട്ട് കുടിക്കി. നിങ്ങൾ ഭക്ഷണം കഴിക്കി, മറ്റ് സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളും. നിങ്ങൾ അതൊക്കെ ആലോചിച്ചിട്ട് അടുത്ത ദിവസം പിന്നെയും പോണ്ടി വരും ഹോസ്പിറ്റലില്. വെറുതെ ഓരോന്ന് ആലോചിക്കുന്നതെന്നാ മക്കൾ പറയാ. അതുകൊണ്ട് ആരോഗ്യവും ബുദ്ധിയുമുള്ള സമയത്ത് റൂഹ് അറസ്റ്റിലാകുന്നതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ കടം വീട്ടുകയാണ് വേണ്ടത്. കടത്തിൽ കുടുങ്ങാനും കൊടുക്കാനും പത്രങ്ങളിലും സോഷ്യൽ മാധ്യമങ്ങളിലും നിരവധി പരസ്യങ്ങളാണ്. വേറൊരു വിഭാഗം ആളുകളുണ്ട്, കടം കിട്ടാനായി യാചിക്കും, പിന്നെയോ കടം വീട്ടാനായി വീണ്ടും യാചിക്കും. അങ്ങനെ ഒരു കൂട്ടരുണ്ട്. കടം കിട്ടാനും യാചനയാ, കടം വീട്ടാനും യാചനയാ. വേറൊരു വിഭാഗം ആളുകളുണ്ട്, കടം കിട്ടാനായി കാപട്യ സ്നേഹം നടിക്കും, പിന്നെയോ അത് തിരിച്ചു ചോദിക്കുന്ന സമയത്ത് ഏറ്റവും വലിയ ശത്രുവായി പത്തി വിടർത്തി നമ്മുടെ നേരെ തിരിയും. എത്രയെത്ര കൊലക്കേസുകളാണ് കടം കൊടുത്തതിൻ്റെ പേരിൽ നടക്കുന്നത്. എന്താ കാരണം? തിരിച്ചു ചോദിച്ചതാണ്. വാങ്ങുമ്പോൾ എത്ര വലിയ സാധുവായിരുന്നു, തിരിച്ചു ചോദിച്ചപ്പോൾ എത്ര വലിയ ശത്രുവാ. മുസ്ലിം സമുദായത്തിന്റെ അകത്ത് തന്നെ നടക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങളാണ്. അല്ലാഹ് പറഞ്ഞു, ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. ആരെങ്കിലും ഒരു നന്മ ഇങ്ങോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, വല്ലപ്പോയെങ്ങാനും കടം തന്നിട്ടുണ്ടെങ്കിൽ എത്ര നന്നായിട്ട് അതങ്ങോട്ട് തിരിച്ചു കൊടുക്കണം. വളരെ നന്നായി വീടണ്ടേ? ഒരു സലാം പറഞ്ഞാൽ പറഞ്ഞതിനേക്കാൾ കൂടുതലല്ലേ തിരിച്ചു പറയേണ്ടത്? ഇങ്ങോട്ട് സഹായിച്ചാൽ അതിനേക്കാൾ നന്നായിട്ടല്ലേ കടം വീടേണ്ടത്? ഇതൊക്കെയാ നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പഠിപ്പിച്ചു വിശുദ്ധ ഖുർആനിലൂടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ സാമ്പത്തിക രംഗം സംശുദ്ധമാകാൻ നമ്മെ ഉപദേശിക്കുകയാണ്. ഇത്തരം ഉപദേശങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കിയിട്ട് ജീവിതത്തിൽ പാലിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹ് ഊസീകും ഇബാദല്ലാഹി വഇയ്യായ ബിത്തഖ്വല്ലാഹ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തണമെന്ന് എന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കൂട്ടുകുടുംബങ്ങളിലെ കിട്ടാക്കടങ്ങൾ അത് വല്ലാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഭരണങ്ങൾ വാങ്ങുന്ന ആളുകളുണ്ട്, പണയം വെക്കാനും മറ്റുമായി, അല്ലെങ്കിൽ തൽക്കാല ആവശ്യത്തിന് വിൽക്കാൻ. പിന്നെ അത് തിരിച്ചു കൊടുക്കുന്ന പരിപാടിയില്ല, അത് കിട്ടൂല. അങ്ങനെയാണ്.
ഇനി അനന്തര സ്വത്ത് ഭാഗിക്കുന്ന സമയത്തോ അതുവരെ കൈകാര്യം ചെയ്ത ആളുകൾ സ്വർണം ഒളിപ്പിച്ചു, അത് ഭാഗിക്കാൻ കൊടുക്കൂല. കാരണം പറമ്പ് ഒളിപ്പിച്ച് വെക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ഒളിപ്പിച്ചു വെക്കാൻ പറ്റുന്ന ആകെ സാധനം സ്വർണ്ണ, അത് ഒളിപ്പിച്ചു വെക്കും. ചിലർ പറമ്പ് ഒളിപ്പിച്ചു വെക്കും, ബാക്കിയുള്ള ആളുകളൊന്നും അറിയാതെ മെല്ലെ പേരിലാക്കിയിട്ട് ആധാരം ഒളിപ്പിച്ചു വെക്കുക. ഇങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ട്. ശരി, എന്താ അവസ്ഥ എന്നറിയോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാം, മൻ അഖദ ശിബ്റൻ മിനൽ അർളി, ഒരു ചാണ് ഭൂമി ഒരാൾ പിടിച്ചാൽ, ദുൽമൻ അക്രമപരമായിട്ടെടുത്ത ഒരു ഏക്കറേയും 10 സെന്റൊന്നുമല്ല, ഒരു ചാണ് ഭൂമി, ഫഇന്നഹു യുതവഖഹു യൗമൽ ഖിയാമത്തി മിൻ സബീ അർളീൻ, അതിൻ്റെ അങ്ങേ തലവരെ കുഴിച്ചിട്ട് അവനെ ആഭരണമായി അണിയിക്കപ്പെടുന്നതാണ്. അവിടെ കുഴിക്കാൻ ബംഗാളികളെ അതുപോലെ തന്നെ തമിഴന്മാരെയൊന്നും കിട്ടൂല, സ്വന്തം കുഴിക്കേണ്ടി വരും. പിടിച്ചെടുത്തത് മുഴുവനും കുഴിക്കലായിരിക്കും അവിടുന്ന് പണി. എന്നിട്ടിങ്ങനെ അത് അണിയിക്കപ്പെടുന്ന ഒരവസ്ഥ. അങ്ങനെയാണല്ലോ മഹ്ശറയിലെ ശിക്ഷകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. എത്ര കുഴിക്കേണ്ടി വരും. അതിർത്തി തർക്കം കൊണ്ടൊക്കെ വിട്ടുകൊടുക്കാത്ത എന്തെല്ലാം ഉണ്ട് നമ്മുടെ കയ്യിൽ. എല്ലാം ക്ലിയർ ആക്കിയിട്ട് വേണം മരിച്ചു പോകാൻ. നമ്മൾ പോയാൽ ആരും അത് വീട്ടുകയോ ക്ലിയറാക്കുകയോ ഇല്ല. നമുക്ക് തന്നെ കഴിയാത്തതാണോ നാം ഇല്ലാതായിട്ട് മറ്റുള്ള ആളുകൾ ചെയ്യുന്നത്? ഒരിക്കലുമില്ല. കടം വാങ്ങുന്ന സമയത്തുള്ള നിയ്യത്ത് വരെ വിഷയമാണെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അയ്യുമാ റജുലിൻ യദീനു ദൈനൻ, ഏതെങ്കിലും ഒരു മനുഷ്യൻ കടം വാങ്ങി, വഹുവ മുജ്മിഉൻ അന്നഹു ലാ യുവഫിയഹു ഇയ്യാഹു, അത് തിരിച്ചു കൊടുക്കുകയില്ലെന്നാണ് നിയ്യത്ത്. എന്നാൽ ലഖിയല്ലാഹ സാരിഖൻ, അവൻ കടം വാങ്ങിയവനല്ല, കള്ളനായിട്ട് അള്ളാഹുവിനെ കാണേണ്ടി വരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അല്ലാഹു തആല തന്നെ ഒരു ഖുദ്സിയായ ഹദീസിൽ പറയുന്നു, സലാസത്തുൻ അന ഖസ്മുഹും, മൂന്നാളുകളുടെ വിചാരണ ചെയ്യുമ്പോ അഭിമുഖമായി നിൽക്കുന്ന തർക്കക്കാരൻ ഞാൻ തന്നെയായിരിക്കും. വക്കീലൊന്നുമില്ല, അല്ലാഹു തന്നെ മറുപക്ഷത്ത്. യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ, റജുലുൻ അഅ്താ ബി സുമ്മ ഖദറ, വല്ലാഹി പറഞ്ഞിട്ട് വഞ്ചിച്ചവൻ, അല്ലാഹനെ കൂട്ടിയിട്ട് ഒരു കാര്യം പറഞ്ഞു എന്നിട്ട് അതിന് വിപരീതമായി ചെയ്താൽ അത് ചോദ്യം ചെയ്യാൻ അല്ലാഹു തആല തന്നെ വരും എന്ന് അല്ലാഹു പറയുന്നു. വറജുലും ബാഅ ഹുർറൻ ഫഅകല സമനഹു, മനുഷ്യക്കടത്ത് നടത്തിയവൻ, സ്വതന്ത്രരായ മനുഷ്യരെ പിടിച്ച് പല രാജ്യങ്ങളിലേക്കും കടത്തി വിൽപ്പന നടത്തുന്ന മനുഷ്യക്കടത്തുകാരില്ലേ, അവരെ വിചാരണ ചെയ്യാൻ അല്ലാഹു വരും. വറജുലുൻ ഇസ്തഅജറ അജീറൻ ഫസ്തൗഫാ മിൻഹു വലം യുഅതി അജ്റഹു, തൊഴിലാളിയെ വിളിച്ച് പണിയെടുപ്പിച്ചിട്ട് കൂലി കൊടുക്കാത്തവൻ, മുഴുവനും സാമ്പത്തിക പ്രശ്നമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഇതെല്ലാം നമ്മെ പഠിപ്പിക്കുകയാണ്. വഞ്ചന പാടില്ല, മനുഷ്യക്കടത്ത് പാടില്ല. അതുപോലെ തന്നെ തൊഴിൽ രംഗത്ത് ആളുകൾക്ക് കൂലി കൊടുക്കാത്ത, താമസിപ്പിക്കുന്ന, കുറക്കുന്ന അവസ്ഥയൊന്നും പാടില്ല. മരിച്ചു പോയാലും ഒഴിയാത്ത ബാധയാണ് ധനമെന്ന്, കടമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. കാലെടുത്ത് മുന്നോട്ട് വെക്കണമെങ്കിൽ മഹ്ശറയിൽ റസൂല് പറഞ്ഞത് വഅമ്മാലിഹി മിൻ ഐനക്തസബഹു വഫീമ അൻഫഖ, എവിടെ നിന്നുണ്ടാക്കി എന്തിൽ ചെലവഴിച്ചു എന്ന് അല്ലാഹുവോട് പറഞ്ഞു കൊടുക്കണം, ഇല്ലാതെ വിടൂല. അപ്പൊ കൃത്യമായി നമ്മുടെ സമ്പത്തിന്റെ കാര്യം കിട്ടിയതിനനുസരിച്ച് ജീവിച്ച് ശീലിച്ച് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. കടത്തിൽ കുടുങ്ങാതിരിക്കാൻ, ഉള്ള കടം ജീവിതകാലത്ത് തന്നെ വീട്ടാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും അതിന് പരിശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവേ, ഒരാൾക്ക് പോലും ഒരു വിധത്തിലുമുള്ള കടമില്ലാതെ ജീവിക്കാനും മരണപ്പെടാനും തൗഫീഖ് നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, കടബാധ്യതയോടുകൂടി മരണപ്പെട്ടു പോകുന്ന ഹതഭാഗ്യവാന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ റഹ്മാനെ.
അല്ലാഹുവേ, ഒരാളുടെ അഭിമാനം ചിന്തി അവർക്ക് ബാധ്യതയാകുന്ന വിധത്തിലുള്ള ജീവിതം ഞങ്ങൾക്ക് വേണ്ട. എല്ലാവിധ പൊരുത്തത്തോടുകൂടിയുള്ള ജീവിതവും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ആർക്കും ഒരു പരാതിയുമില്ലാതെ ജീവിച്ച് മരണപ്പെടാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ പാപങ്ങളെല്ലാം പൊറുക്കണേ അല്ലാഹ്. എല്ലാ പാപങ്ങളും പൊറുക്കണേ റഹ്മാനെ. കടത്തിൽ കുടുങ്ങിയവരുടെ കടങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടിക്കൊടുക്കണേ റഹ്മാനെ. കടബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ റഹ്മാനെ. വലിയ ബാധ്യതയാണിതെന്ന തിരിച്ചറിവ് നൽകി അവർക്കതിനുള്ള പ്രചോദനം നൽകണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.